झारखंडिल चंबे सोरेन नेतृत्वത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കുന്നു അതിലേക്ക് राज्यों के मुख्यमंत्री रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब तक सिवाय जबकि ऐसे मुख्यमंत्री के रूप में मैं अपने कर्तव्य के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हूँ। मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संचित या प्रकट नहीं करूँगा। झारखंडिൽ ചമ്പെ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് झारखंडिൽ ചമ്പെ സോറന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇപ്പോൾ അധികാരമേൽക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഇഡിയുടെ നാടകങ്ങൾ, ഇഡിയുടെ നീക്കങ്ങൾ, ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, തൊട്ടുപുറകെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇപ്പോൾ അതിനുശേഷം ചമ്പെ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. നേരത്തെ രാജ്ഭവനിലെത്തി തനിക്ക് 47 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് ഗവർണറെ ചമ്പെ സോറൻ തൻ്റെ പിന്തുണ അറിയിച്ചപ്പോൾ, തനിക്കുള്ള പിന്തുണ അറിയിച്ചപ്പോൾ ആദ്യം സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാൻ ഗവർണർ തയ്യാറാകാതെ നിന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ പിന്നീട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന നിലപാടിലേക്ക് ഗവർണർ എത്തുകയായിരുന്നു. അതിനിടയിൽ ഈ JMM-ന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ച അടക്കമുള്ള ആ മുന്നണിയുടെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കങ്ങൾ BJP സജീവമാക്കുന്നു എന്ന ഒരു വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് അവസരമൊരുക്കാനാണ് ആദ്യം സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ക്ഷണിക്കാതിരുന്നത് എന്ന വിമർശനങ്ങളും അതിനിടയിൽ കേൾക്കുകയുണ്ടായി. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ജാർഖണ്ഡിലുള്ളത്. ഏതായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു. ചമ്പെ സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ജിൽബി ചേരുകയാണ് വിവരങ്ങളുമായി. ജിൽബി, ഏറെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ചമ്പെ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മനു, ജാർഖണ്ഡിന്റെ 7ാമത് മുഖ്യമന്ത്രിയായി ഇപ്പോൾ ചമ്പെ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതായത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ അനിശ്ചിതങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിനുള്ള അനുമതി ഗവർണർ CP രാധാകൃഷ്ണൻ മഹാസഖ്യത്തിന് നൽകിയത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇത്തരത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ക്ഷണം ഗവർണർ നൽകുകയും ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള ഒരു അനുമതി നൽകുകയും ചെയ്തത്. എന്തായാലും 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചമ്പെ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. ചമ്പെ സോറനോടൊപ്പം 3 MLA-മാർ കൂടി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആലംഗീർ അലീർ, അതുപോലെ തന്നെ മറ്റ് ബസന്ത് സോറൻ, സത്യാനന്ദ് ബോക്ത എന്നിവർ കൂടിയാണ് ഇപ്പോൾ ചമ്പെ സോറനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുകയും അതിന് പിന്നാലെയാണ് JMM MLA-മാർ ഏകപക്ഷീയമായിട്ട് ചമ്പെ സോറനെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം അവിടെ നിന്നിരുന്നു. കാരണം ഇത്തരത്തിൽ മന്ത്രിസഭ അധികാരമേൽക്കാനായിട്ടുള്ള ഒരു അനുമതി ഗവർണർ നൽകാതിരുന്നത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇടയാക്കിയിരുന്നു. കാരണം BJP-യെ ഗവർണർ സഹായിക്കാനാണെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം അവിടെ ഉയർന്നിരുന്നു. കാരണം ഓപ്പറേഷൻ താമരയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണിയിലൂടെ അവിടുത്തെ MLA-മാരെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം BJP നടത്തുന്നുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചനകൾ അവിടെ വന്നിരുന്നു. അത്തരത്തിലുള്ള അട്ടിമറികൾക്ക് BJP ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനാൽ തന്നെ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉടൻ തന്നെ MLA-മാരെ ഹൈദരാബാദിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ JMM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷി MLA-മാരെയെല്ലാം ഹൈദരാബാദിലേക്ക് നീക്കും. നിലവിലിപ്പോൾ
39 MLA-മാരെയാണ് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് നീക്കുക എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഇവരെ ഹൈദരാബാദിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. പക്ഷേ വിമാനം റദ്ദാക്കിയതിനെ തുടർന്നായിരുന്നു ആ ഒരു ശ്രമം പാളിയത്. പിന്നാലെ MLA-മാരെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 39 MLA-മാരെ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് നീക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഝാർഖണ്ഡിൽ നടക്കുകയാണ്, റാഞ്ചിയിൽ നടക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഝാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ 7ാമത്തെ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. 3 MLA-മാരും അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഖ്യത്തിന്റെ, അതായത് ജയമം നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന്റെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ BJP നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ MLA-മാരെ ഹൈദരാബാദിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇന്നലെ അവരെ മാറ്റാൻ ശ്രമിച്ചതാണ്, പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം റദ്ദാക്കിയത് കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ MLA-മാരെ എല്ലാം ഹൈദരാബാദിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ജിൽബി നൽകിയത്. അല്പസമയം മുമ്പാണ് ഈ സത്യപ്രതിജ്ഞ, ഇപ്പോൾ തൊട്ടു മുൻപാണ് സത്യപ്രതിജ്ഞ നടന്നത്.